വലിയ ഒരു ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ ദൈവത്തിൻ്റെ വഴിയിലൂടെയുള്ള യാത്രയാണ്. ദൈവത്തിൻ്റെ കരം പിടിച്ചുള്ള യാത്രയാണ് ഈ ജീവിതയാത്ര. ദൈവം ആ മുഖത്തേക്ക് നോക്കി ആ മുഖത്തിൽ നിന്ന് ഓരോ കാര്യങ്ങളും ഒപ്പിയെടുക്കുന്ന ദിവസങ്ങളാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. ആദ്യമായിട്ട് ആ മുഖത്തേക്ക് നോക്കാൻ ഒരു മനസ്സുണ്ടാകണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ആ മുഖത്ത് നോക്കി കുറേ സമയം ഇരിക്കുന്ന ദിവസങ്ങളായിട്ട് മാറട്ടെ. ആദ്യം നമ്മൾ അതാണ് ചെയ്തത് നോമ്പിൽ. രണ്ടാമതായിട്ട് എൻ്റെ സഹോദരങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കണം. ഞാൻ കാരണം എൻ്റെ സഹോദരങ്ങളുടെ മുഖത്ത് എന്നെ നോക്കി പുഞ്ചിരിക്കാൻ പറ്റാത്ത ദിവസങ്ങളാണോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു നോക്കുമ്പോഴാണ് എൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, എൻ്റെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരെ, എൻ്റെ ജോലിക്കാരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, എൻ്റെ അയൽവക്കക്കാരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് മുഖം താഴ്ത്തേണ്ടി വരുന്നുണ്ടെങ്കിൽ എൻ്റെ നോമ്പ് അനുഗ്രഹമായിട്ട് മാറുകയില്ല. ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവരെന്നെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്, അവരുടെ മുഖത്ത് ഒരു പ്രസന്ന ഭാവമുണ്ടെങ്കിൽ എൻ്റെ നോമ്പ് അനുഗ്രഹമായിട്ട് മാറും. മൂന്നാമതായിട്ട് ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കണം. കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് എന്നെ തന്നെ ഒന്ന് നോക്കണം. നോക്കുമ്പോൾ എൻ്റെ മുഖത്ത് ആ പഴയ സ്നേഹത്തിൻ്റെ പഴയ ചൈതന്യമുണ്ടോ എന്നുള്ളത്. ദിവികാരണ്യമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ പഴയ ചൈതന്യം എനിക്കുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാകാം. ഈ 3 നോട്ടങ്ങളാണ് ഈ നോമ്പിൽ ഇന്നേ ദിവസം നമ്മൾ ചെയ്യേണ്ടത്. 3 മുഖത്തേക്ക് നോക്കുമ്പോൾ നിന്റെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. ഈ 3 മുഖങ്ങളും വികൃതമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എടുക്കുന്ന ഫോട്ടോ വികൃതമായിട്ട് മാറും. എൻ്റെ ഫോട്ടോ എടുക്കലാണ്. ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ ഒരു ഫോട്ടോ എടുക്കും. ആ ഫോട്ടോ ഏറ്റവും ഭംഗിയായിട്ട് മാറണമെങ്കിൽ ഈ 3 മുഖങ്ങളും ഏറ്റവും പ്രസന്നമായിട്ട് മാറണം. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, സഹോദരങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അതുപോലെ ഞാൻ ദിവികാനത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുമ്പോൾ ആ മുഖങ്ങളൊക്കെ ഏറ്റവും പ്രസന്നമാക്കാൻ ഈ ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം.